ഇന്നത്തെ പരിപാടി നമ്മളെ പെരുന്നാളൊക്കെ ആണല്ലോ. പറ ഇന്നത്തെ പരിപാടി എന്താ കൂടുവോ? ചിക്കൻ ബിരിയാണി അല്ല, ബീഫ് ബിരിയാണി. മലപ്പുറത്ത് കൊടുക്കുന്ന ബീഫ് കൊണ്ടുള്ള ബിരിയാണി. അപ്പോൾ ഇന്ന് നമ്മളെ പരിപാടി പെരുന്നാളൊക്കെ ആണല്ലോ. അപ്പോൾ തൃശ്ശൂർ ആണ് നമ്മൾ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഇവിടെ കിട്ടുന്ന പോലെയുള്ള ബിരിയാണി അല്ലല്ലോ നമ്മളെ നാട്ടിൽ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ചുരുക്കണോ വാ വാ നമുക്ക് പറയാം, അവരോട് പറയാം എന്താണ് നമ്മൾ ഉണ്ടാക്കണത് പറയാം. വാ നമ്മൾ ആൾക്കാരോട് പറയണ്ടേ വാ. അപ്പോൾ ഞങ്ങൾ ഇന്ന് അല്ലേ കുടു ആൻഡ് മാലിക് ഭണ്ഡാരി അല്ലേ ഞങ്ങളാണ് ഉണ്ടാക്കാൻ പോണേ. ബാക്കിയുള്ളവരൊക്കെ നമ്മളെ ഹെൽപ്പേഴ്സാണ്. അപ്പോൾ നമ്മൾ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളെ സ്വന്തം യൂസുഫാക്കാൻ്റെ വൈമാള് തൃപ്രയാറ്. എവിടുക്ക പോണേ? വൈമാള്. അതെ, വൈമാൾക്കാണ് ഞങ്ങൾ പോണേ കേട്ടോ. അപ്പോൾ ബാക്കി നിങ്ങൾ വീഡിയോ കണ്ടു നോക്കി. അപ്പോൾ നമ്മൾ വൈമാളിലെത്തി. വൈമാളിൽ പാർക്കിങ്ങിന് വണ്ടിയൊക്കെ നിർത്തിയതാ. ഞങ്ങൾ ലിഫ്റ്റ് കയറുന്നു. ഫസ്റ്റ് ഫ്ലോർ അല്ലേ കുഞ്ചോ? അപ്പോൾ കുഞ്ചു ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മലബാർ സ്റ്റൈൽ ബിരിയാണി ഞങ്ങൾ തൃശ്ശൂർ ഉണ്ടാക്കാൻ പോവാണ് അല്ലേ. എന്താവും അവലെ കുഞ്ചു? എന്താ അഭിപ്രായം? പിന്നെ ഞങ്ങൾ വൈമാളുടെ സൂപ്പർ മാർക്കറ്റിൽ പോയിങ്ങാണ്ട് നമുക്ക് വേണ്ട ബിരിയാണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ തപ്പി കണ്ടുപിടിച്ചു. പിന്നെ ആദ്യമായിട്ട് പോണ മാതിരി ആക്കാരം നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും. കാരണം നമുക്ക് ശീലമില്ലാത്ത പരിപാടിയാണ്. ഉള്ളിയൊക്കെ ഇപ്പോൾ എത്ര എടുക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. 2.5 കിലോൻ്റെ 2 കിലോൻ്റെ ഒക്കെ ആദ്യം എടുത്തു. പിന്നെ തക്കാളി കൊണ്ടൊക്കെ എന്തൊക്കെയോ കോപ്രായം കാട്ടുണ്ട് കുഞ്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അല്ലറ ചില്ലറ അണ്ടിപ്പരിപ്പ് മുന്തിരി അത് ഇത് മസാലകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ വാവക്ക് വിളിച്ചു ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്തു, നമുക്ക് സാധനങ്ങളൊക്കെ മേടിച്ചാൻ പറ്റി. പിന്നെ അത് ഈ ഓരോന്ന് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കണേ നമ്മൾ സലാഡിനെല്ലാം എടുത്ത് വെച്ചതാണ്. എടുത്തിട്ടുണ്ട്. ആ ചേച്ചിമാരിങ്ങനെ നോക്കണം ചിരിക്കണമെന്നിട്ടൊരു ഇതൊക്കെ ഓരോന്നെല്ലാം എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ട് വീട്ടിലെത്തുന്നു, സാധനങ്ങളൊക്കെ ഇറക്കുന്നു. പിന്നെ നമ്മൾ ഇനിയുള്ള പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിൾ കട്ട് ചെയ്യണം. അതാണ് ഇനി അടുത്ത പരിപാടി. വാ സെറ്റാക്ക് വാ. 1 കിലോൻ്റെ മേലുണ്ട്. ഉപയോഗിക്കാലോ. നമ്മക്കിതൊന്നും മേടിച്ച് ശീലല്ല. ഇമ്മ പോവും അല്ലെങ്കിൽ ഇപ്പൊ പോവും. തക്കാളി 1.5 കിലോനല്ലേ തക്കാളി പറഞ്ഞ? എത്ര പറഞ്ഞേ? 1.25 കിലോനാ ഞാൻ വായിച്ചത്. 1 കിലോനും 200 ഗ്രാമാണ് എഴുതിയത്. ഇതല്ല ഇടുക. ഏതൊട്ടീന്ന്? ഏത് 1/2 കിലോനാണോ? അങ്ങനെയും പറയില്ലേ എൻ്റെ ഭാഗത്ത്. ഞാനതിന് സാധനം മേടിച്ചാൽ പോക്കില്ലല്ലോ. ആകെ എറണാകുളത്തുനിന്ന് കുറച്ച് സാധനം മേടിച്ചാൽ മാത്രം. ഇതൊക്കെ പൊരിച്ച് തിന്നാലോ, അല്ലെങ്കിൽ വെറുതെ തിന്നാലോ. 10 രൂപയുടെ ക്യാഷ് നട്ടും ഇത് അയ്യോ ഇത്ര മതിയോ? അപ്പോ അത്രയും വേണ്ട. 10 രൂപയുടെ 2 കിലോ അരി വെക്കുന്നുണ്ട്. ഇതാകെ 2 കിലോ ബിരിയാണി അല്ല. ചിലതൊക്കെ 5 ഭാഗത്ത് ഞാനുണ്ട്. അതുകൊണ്ട് ഞാൻ ചെറിയ തെറ്റൊക്കെ പറ്റൂല ആർക്കാരും. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നല്ല ബീഫ് കിട്ടുന്ന ഏറ്റവും കൂടുതൽ ബീഫ് സ്റ്റാളിലെ സ്ഥലമാണ് മലപ്പുറം കരുവാരമുണ്ട്. അവിടുന്ന് ഇവിടുന്ന ബീഫ്. ഇത് ബീഫിന് തന്നെ വേറൊരു ടേസ്റ്റാണ്. എന്താ അഭിപ്രായം? അടിപൊളിയല്ലേ അവിടുത്തെ ബീഫ്? പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല പണി. 60-കാരനായി ബീഫൊക്കെ വെട്ടിങ്ങാണ്ട് വൃത്തിയാക്കിങ്ങാണ്ട് വെട്ടി അടിപൊളിയാക്കി നല്ല ബിരിയാണിക്കുള്ള പീസാക്കി വെച്ചു. എൻ്റെ ഏട്ടനും കഴിഞ്ഞപ്പോൾ ചക്കരനി ബീഫൊക്കെ കേക്ക് വൃത്തിയാക്കും. ഞാൻ അടുത്ത് ഉള്ളി അരിയുന്നു. ഉള്ളി അരിയാനുള്ള കത്തി. പിന്നെ അങ്ങോട്ട് പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. കണ്ണീരും ഒക്കെ വന്നിട്ടും പിന്നെ അത് മാത്രമല്ല കുറേ ഇരിക്കും കുറേ നിൽക്കും. എന്തൊക്കെ ഈ ചങ്ങായി കാട്ടണേന്നൊക്കെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കെന്നാണ് തോന്നി. കാരണം കുറേ ഇരുന്ന് വെട്ടും, കുറേ നിന്നിട്ട് വെട്ടി വെക്കും. സംഭവം നമുക്ക് ശീലമില്ലാത്ത പണി ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ. ഞാൻ വെട്ടിയതാണ്. അപ്പം ഞാൻ പണി എടുക്കാനുള്ള വീഡിയോ എടുത്തുകൊണ്ട് വെറുതെ നടക്കുകയാണെന്ന് പറയരുതല്ലോ. അതാണ് ഇത് മാത്രമാണ് ചക്കര വെട്ടിയത്. അതാ കുടു സഹായിക്കുന്നുണ്ട് അല്ലേ? കുടു സഹായിക്കുന്നുണ്ട്. എന്തോ എൻ്റെ അരിഞ്ഞത് മിക്സിങ് വരെ കഴിഞ്ഞു. ഇത് ഇതാ വലുതാ അല്ല നോക്ക്. അത് ചെറിയ ഭാഗങ്ങൾ സ്പീഡിൽ കട്ട് ചെയ്യുമ്പോൾ
ഇതിപ്പോ ഈ ഇത് കട്ട് ചെയ്യുന്ന സമയത്തിന്റെ പകുതി എടുത്തോളൂ ഇതിക്ക് കട്ട് ചെയ്യാൻ. ടൈം ലാപ്സിലുണ്ട്. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും ബദാം എന്ന് പറയുന്നത് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ എന്ത് ചെയ്തു എണ്ണയിലല്ല നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. അതേമാതിരി ഇനി സവാളയും കൂടെ അതേമാതിരി നമ്മൾ എന്ത് ചെയ്യും വറുത്തെടുക്കും. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തിന്നാൻ തോന്നുമല്ലോ. അപ്പോൾ ഞാനും കൂടും എന്ത് ചെയ്തു ഓരോന്ന് എടുത്തുങ്ങാണ്ട് തിന്ന് തുടങ്ങി. അപ്പം വാവ ഒരു പാത്രത്തിൽ എടുത്തുങ്ങാണ്ട് ഞങ്ങൾക്ക് ഹാളിൽ വെച്ച് തന്നു. ഇതിൽ നിന്ന് എടുത്ത് തിന്നോ എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ഒരുപാട് നമ്മൾ മേടിച്ചിട്ടുണ്ട് സാധനം മേടിക്കാൻ പോയത് ഞാനാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ബിരിയാണിക്കുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഞങ്ങൾക്ക് ഇരുന്നുകൊണ്ട് കഴിക്കാൻ തന്നു. അപ്പോൾ ഞങ്ങളിത് അങ്ങനെ ഇരുന്ന് കഴിക്കും. അടുത്തത് നമ്മൾ സലാഡിൽ ഫോക്കസ് ചെയ്യണം. ഉള്ളി കക്കരിക്ക് ഇത്ര വേണ്ട, ക്യാരറ്റ് ഓക്കെയാണ്, ഈ സാധനങ്ങളൊക്കെ ഓക്കെയാണ്. ക്യാപ്സിക്കം റെഡ്, യെല്ലോ, പിന്നെ ഇത് മാതള നാരങ്ങ എന്ന് തൃശ്ശൂരിൽ പറയുന്ന ഉറുമാമ്പഴം, പിന്നെ ഇതിക്ക് ഒരു പച്ച ക്യാപ്സിക്കം പാടുണ്ടെങ്കിൽ കളറായി. അപ്പോൾ നേരത്തെ കാണിച്ചു തന്ന സാധനങ്ങളൊക്കെ ഒരു പാത്രത്തിലോട്ടിട്ട് ഉള്ളിയും കാര്യങ്ങളും മറ്റേ കട്ട് ചെയ്ത് വെച്ച എല്ലാതും കൂടെ ഒരു പാത്രത്തിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് തൈരും കാര്യങ്ങളൊക്കെ ഒഴിച്ച്, അതുപോലെ തന്നെ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികളുടെ സ്ഥിര സ്വഭാവം അരക്കത്തരം തൈരിൻ്റെ പാക്കറ്റ് ഒന്ന് ചുവറ്റിങ്ങാണ്ട് അതും അതിലേക്ക് ഒഴിച്ച് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അതിനുശേഷം കുറച്ച് എരിവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു നമ്മളെ സ്വന്തം കുരുമുളക് പൊടി ഇടുകയും ചെയ്തു കേട്ടോ. ഇഷ്ടമായില്ല? അപ്പോഴേക്കും നമ്മൾ ചിക്കന് ഉള്ള മസാല ഉണ്ടാക്കാൻ, ഐ മീൻ നമ്മളെ ബിരിയാണിക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് കേട്ടോ കാണുന്നത്. പിന്നെ അത് ഗരം മസാല അത് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മൾ സാധാരണ ഗരം മസാല പൗഡർ മേടിക്കണ പോലെയല്ല, ഈ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണെന്ന് നമുക്ക് വാവ പറഞ്ഞു തരുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇതൊക്കെ നല്ലോണം വാടിയതിന് ശേഷം പൊടികൾ ഇടുക. പൊടികൾ എന്തൊക്കെയാ? കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല മുഴുവൻ പൊടിച്ചു വെച്ചത്. എന്തൊക്കെയായിരുന്നു പൊടിച്ചത്? അത് മല്ലി, പെരുംജീരകം, കറുവപ്പട്ട, കുരുമുളക്, കരയാമ്പൂ, പിന്നെ മറ്റേ നക്ഷത്രം പോലിരിക്കുന്ന സാധനം അതെല്ലാം വറുത്ത് പൊടിച്ചത്. അത് ഇടണം. കുറച്ച് കുരുമുളക് പൊടി കൂടി ഇടണം. മുളക് പൊടി ഇടില്ല. ഇല്ല, അതിന് പകരം പച്ചമുളക് ഇട്ട്. ബീഫ് നമ്മള് എത്ര വിസില്? 8 വിസിലോ? 8 ട്രിപ്പും പാടെ വേവാണ്ട്. 5 വിസിൽ വെച്ച് നോക്കി. അപ്പത്തിന് നമ്മളെ ചോറ് ഇതാ ഊറ്റാനായി. നമ്മള് തീമച്ചീന്ന് പറഞ്ഞാൽ അടുപ്പിൽ വെച്ചിരുന്നേ നമ്മള് മലപ്പുറം സ്ലാഗ്. അപ്പോൾ ചോറൊക്കെ ഊറ്റിക്കാണ്ട് ഇനി ദമ്മിടണം. അതാണ് ഇനി മെയിൻ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്താലോ, ദമ്മിടാൻ പോയാലോ? ആയിരുന്നില്ല, പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. എങ്ങനെയായിരുന്നു? ഇന്ന് സാധനം പൊട്ടിക്ക് അല്ല ഇലൊന്ന് വാട്ടണം, എന്നാലോ ദമ്മ് പൊട്ടിക്കാൻ പോവാണ് ഗായ്സ്. എവിടെ പോണം? മലക്കത്ത ആരാന്റെ തൊടും സൂക്ഷിച്ച് പാമ്പുണ്ടാവും. കീറാതിരിക്കാനൊരു ഐഡിയ ഉണ്ട്, അറിയാം നമുക്ക്. വാട്ടുക ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടില്ലേ. എന്നിട്ട് നമ്മളെ സ്വന്തം ദമ്മ് പൊട്ടിക്കും. ഇത് ഓഫാക്കിയോ? ശരി. ഗ്യാസ് ഇത് കത്തിച്ചൂടെ പാട്ടാന്? ഇതോടെ തോക്ക് കത്തുവോ? ഇങ്ങനെ വാട്ടിയെടുക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനറിയോ? കീറാതിരിക്കാൻ. അപ്പം നമ്മൾ ദമ്മ് പൊട്ടിക്കാൻ പോണ്. സാധാരണ എല്ലാവരും അടുപ്പത്ത് വെച്ചാണ് ദമ്മ് പൊട്ടിക്കാറ്. നമ്മൾ വെറൈറ്റി ചെയ്യാണ്ട് വെക്കാനൊക്കെ ഒരു പാത്രമാണുള്ളത്. ഇതാണ് സ്വന്തം ബിരിയാണി. വന്നിട്ടുണ്ടോ നോക്കാം.
അതൊക്കെ കറക്റ്റായി. സലാഡ് മാരക സലാഡാണ്. അതെ, സലാഡ് സ്പെഷ്യൽ. മതി. ഓക്കെ. അല്ലല്ല അത് ഞങ്ങൾ വെച്ചതുകൊണ്ടാണെന്നറിയില്ല, ബിരിയാണിക്ക് വേവ് കുറച്ച് കുറഞ്ഞു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇത് കഴിഞ്ഞേക്ക് ബൻ കച്ചറ. പ്രശ്നം എന്താ പ്രശ്നം? എൻ്റെ എന്താ പ്രശ്നം? ഞാൻ കേൾക്കുന്നതന്നെയാണ് നിങ്ങൾ കേൾക്കണതെന്ന് അറിയില്ല. അച്ഛാ പൂ വേണ്ട എന്നായിരിക്കും നിങ്ങൾ കേൾക്കണത്. പക്ഷെ ഓള് പറയുന്നത് അച്ഛാ പോവണ്ട എന്നാണ്. ഓള് എന്താ പറഞ്ഞേ? അങ്ങനെയാണോ പറയാ? എന്താ നീ നേരത്തെ പറഞ്ഞേ? അതല്ല, അച്ഛൻ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് നീ പറഞ്ഞോ? സാധനം പോണ്ട പറ. എവിടേക്ക് വരും നീ കൂടു? കൊച്ചിങ്ങനൊക്കെ അറിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇവർക്കൊന്ന് കൊണ്ടുപോയിങ്ങാണ്ട് കൊടുന്നുകൂടി ആ കുട്ടീനെന്ന്. പക്ഷെ ഇവളെ സ്ഥിരം പരിപാടിയാണിത്. കരഞ്ഞു കഴിഞ്ഞാൽ എന്തും സാധിക്കുക എന്നുള്ളൊരു സംഭവമുണ്ട്. അത് കുട്ടികളിൽ നിന്ന് മനസ്സിൽ നിന്ന് മാറ്റിയെടുക്കണം. ഇങ്ങനെയൊക്കെ ചെയ്താലേ മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പൊക്കെ പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.